പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് 100% പരാജയമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരി MP പ്രിയങ്ക ഗാന്ധി കണ്ണീരോടുകൂടി പറഞ്ഞിരിക്കുന്നു. RSSനെ സംബന്ധിച്ചോളം ഇവിടെ ഇന്ന ആൾ ഭരിക്കണം, ഇന്ന ആൾ ഭരിക്കേണ്ട എന്നില്ല. പക്ഷേ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ദേശസ്നേഹികളായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമാണ്. ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ പാറ്റ കയറിയിരുന്നേക്കാം ഭാവിയിൽ. ആ വിധത്തിലേക്ക് ഒരു നീക്കം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള വ്യവസ്ഥാപിത പ്രതിപക്ഷത്തെ ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയിട്ട് 100% തള്ളിക്കളഞ്ഞുകൊണ്ട് കുട്ടികളുടെ നേതാവിനെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. കുട്ടികളും ഒത്തിരുന്ന് ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കുന്നു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ ചോദ്യം ചെയ്തുകൊണ്ട് CJP രാഷ്ട്ര തലസ്ഥാനത്ത് നടത്തിയ സമരം വലിയ പ്രക്ഷോഭങ്ങൾക്ക് വേദിയായി. ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിരിക്കുന്നു. ഇതിൽ ഉള്ള രാഷ്ട്രീയം എന്തൊക്കെയാണ്? ഇനി അങ്ങോട്ട് രാജ്യ തലസ്ഥാനത്തുണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ടോക്കിംഗ് പോയിന്റ് ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഈ സമര വിജയത്തോടെ വലിയ ആഹ്ലാദത്തിലാണ് CJP പ്രവർത്തകരൊക്കെ തന്നെ. കേന്ദ്ര മന്ത്രിസഭയും പറഞ്ഞിരിക്കുന്നു, കേന്ദ്ര സർക്കാരും പറഞ്ഞിരിക്കുകയാണ്, ഈ ഒരു വിഷയത്തിൽ ഒരു നിയമ നടപടിയും വിദ്യാർത്ഥികൾക്ക് മേലടിച്ചേൽപ്പിക്കില്ല, സമരക്കാർക്കെതിരെ സ്വീകരിക്കില്ല, എല്ലാം പിൻവലിക്കും, കൃത്യമായ രീതിയിൽ പരീക്ഷാ രീതികളൊക്കെ തന്നെ പരിഷ്കരിക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും വിഷയം വലിയ രീതിയിൽ സോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊരു പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് വിദ്യാർത്ഥികളുമായി ഇനി ഒരു മാസം കഴിഞ്ഞ് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും സമരം CJP ജയിച്ചപ്പോൾ അവിടെ BJP പരാജയപ്പെട്ടോ? പൊതുവേ ഇന്ത്യയിലെ എല്ലാ ചാനലുകളും, പ്രത്യേകിച്ച് നമ്മുടെ കേരള ചാനൽ പറയുന്നത് ഈ BJP ഇവിടെ മുട്ടുമടക്കി, BJP എന്നല്ല മോദി മുട്ടുമടക്കി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രസ് കോൺഫറൻസ് അല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പത്രക്കാരുടെ മുമ്പാകെ, അതിൽ പറയുന്നത് ഇത്രയും നാൾ ഞങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടും മുട്ടുമടക്കാതിരുന്ന നരേന്ദ്രമോദിയെ ഇവിടുത്തെ കുട്ടികൾ ചേർന്ന് മുട്ടുമടക്കിച്ചു. അദ്ദേഹം തകർന്ന് താഴെ വീണിരിക്കുന്നു. ഇതിന് ഞാൻ ഈ കുട്ടികളോട് എങ്ങനെ അഭിനന്ദിച്ചാൽ മതിയാവില്ല എന്നാണ് പറയുന്നത്. അത്രയധികം അവരെ കഷ്ടപ്പെടുത്തി, അവരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, അവരെ അടിച്ചു, ലാത്തി ചാർജ് നടത്തി. പക്ഷേ കഷ്ടപ്പെട്ട് അവരിങ്ങനെ നിന്ന് ഈ സമരം വിജയിപ്പിച്ചു. അതിന് ഞാൻ അവരെ എനിക്ക് വികാരം കൊണ്ട് എനിക്ക് കണ്ണീര് വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് പറയുകയും ചെയ്തു, 2.5 വർഷം മുമ്പേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിജി എന്നാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിജി ഇത് നേരത്തെ പറഞ്ഞിരുന്നതാണ്, എന്നിട്ടും ഇവിടെ ആരും ഒരു നടപടിയും എടുത്തില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ ഇവിടെ സമ്മതിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്, തീർച്ചയായിട്ടും പരാജയമാണ് എന്ന്. പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് 100% പരാജയമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരി MP പ്രിയങ്ക ഗാന്ധി കണ്ണീരോടുകൂടി പറഞ്ഞിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലെ സകല നേതാക്കളും കണ്ണീരൊലിപ്പിക്കേണ്ട ഒരു നിമിഷമാണിപ്പോൾ. കാരണം അവർക്ക് ചെയ്യാൻ കഴിയാത്തത് ഇവിടുത്തെ കുറച്ച് കുട്ടികൾ ചേർന്ന് നടപ്പിലാക്കി അതിൻ്റെ മുമ്പിൽ വന്ന് മ്ലേച്ഛമായ ഗോഷ്ഠി കാണിക്കാൻ മാത്രമാണ്. രാത്രി ഇവിടെ മറവിൽ ഒളിച്ചും പതുങ്ങിയും വന്ന് അതിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾ ഇതാ നിങ്ങൾക്ക് പിന്തുണ നൽകുന്നു. എന്ത് പിന്തുണയാണ് ആവശ്യം? പിന്തുണ നൽകേണ്ടത് എപ്പോഴാണ്? ഒരു സമരം വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ സമരം ആഹ്വാനം ചെയ്യുമ്പോഴാണ് പിന്തുണ കൊടുക്കേണ്ടത്. ആ ആഹ്വാനം ചെയ്ത് അവർ 44 ദിവസമായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും മൂർധന്യത്തിലെത്തി ഒരു തിരമാല പോലെ അടിച്ചു ഉയരുന്ന സന്ദർഭത്തിൽ എന്ത് പിന്തുണയാണ് ഇവരുടേത് ആവശ്യം? അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൻ്റെ എല്ലാ സ്റ്റേജും കഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ പിന്തുണ തരും എന്ന് പറഞ്ഞാൽ വെറുമൊരു പ്രഹസനമായി മാറി എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണി പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷം ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രത്തോളം പരാജയം സംഭവിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കും. അങ്ങ് പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BJPയുടെ പരാജയമല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ പരാജയമാണ് എന്നാണ്. ഇത് BJPയിലെ പലരും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള ഇന്ത്യയുടെ ഭരണാധികാരി പറഞ്ഞു, പണ്ട് സുരേഷ് ഗോപി പറഞ്ഞ പോലെ പാറ്റകളെ ഞാനിങ്ങ് എടുക്കുക. അവരെ പൂർണ്ണമായും അദ്ദേഹം കൈക്കൊണ്ടു. അവരുടെ പ്രശ്നങ്ങൾ അതിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സാക്ഷി എവിടെയോ പതറി നിൽക്കുന്ന എന്തോ ഇതിനകത്തുണ്ട് എന്ന്
നരേന്ദ്രമോദിക്ക് കാണാൻ കഴിഞ്ഞു. ഇതിൻ്റെ മൂലകാരണം ജെനുവിനാണ്. മൂലകാരണം ജെനുവിനാണ്. അത് പരിഹരിച്ചില്ലെങ്കിൽ ഞാൻ ഭരണാധികാരിയായിട്ട് ഇവിടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. അത് ഈ കുട്ടികളെ എന്നോടൊപ്പം ചേർത്തുകൊണ്ട് കൂടിയാവണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു എന്ന് മാത്രമല്ല, പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെ മുഴുവൻ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവിടെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വരാത്തവന്മാരെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം പാർലമെൻറ്റിന് പുറത്ത്, സെക്രട്ടേറിയറ്റിന് പുറത്ത് തൻ്റെ 2 പ്രതിനിധികളെ JP നദ്ദയും ജിതേന്ദ്ര സിംഗിനെയും അയച്ച് കുട്ടികളുമായി ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, അതായത് BJPയുടെ പരാജയമല്ല, ഇത് പ്രതിപക്ഷ പാർട്ടികളുടെ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പരാജയമാണ് എന്നാണ് പറയുന്നത്. താങ്കൾ എന്നെ അടിക്കാൻ വരുമ്പം ഞാൻ ആശ്ലേഷിക്കുകയും താങ്കളും ആശ്ലേഷിക്കുകയും ചെയ്താൽ അത് എൻ്റെ പരാജയമാണോ വിജയമാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കും. ഓക്കെ, ഭീരുത്വമാണെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. അടിക്കാൻ വന്ന ആളെ ആശ്ലേഷിച്ചു, അയാളും തിരിച്ച് ആശ്ലേഷിച്ചു, അയാളെ അടിച്ച് താഴെയിട്ടെങ്കിൽ ശരി. എങ്കിലും അപ്പോൾ ഇവിടെ ഒരുപാട് ദീർഘവീക്ഷണം അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ പരാജയമല്ല എന്ന് പറയുമ്പോഴും ഈ വിഷയം നേരത്തെ കൂട്ടി തിരിച്ചറിയുന്നതിൽ അവർ പരാജയപ്പെട്ടു. കാരണം ഇത്തരത്തിലൊരു ജെന്യുവൻ ഇഷ്യൂ ഉണ്ട് എന്ന് ഒരു യുവാക്കളുടെ കൂട്ടം പറയുന്നതിന് മുൻപ് തിരിച്ചറിയാൻ സാധിച്ചില്ല. ആദ്യഘട്ടത്തിൽ തന്നെ അത് ആക്ഷൻ എടുക്കേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കേണ്ടതായിരുന്നു. അവർ തിരിച്ചറിയാത്തതുകൊണ്ടല്ല, അവർക്ക് ഈ പൾസ് മനസ്സിലായി. അതുകൊണ്ടാണ് മെയ് 3 നടന്ന പരീക്ഷയുടെ റിസൾട്ടിൽ അപാകത വന്ന് 12 തന്നെ അത് ക്യാൻസൽ ചെയ്യുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് ജൂൺ മാസത്തിൽ 16-ാം തീയതി അതിന് റീടെസ്റ്റ് നടത്തി വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നു. 21-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിച്ചു, പുതിയ സംവിധാനം വന്നു. അപ്പോൾ അവർ വിചാരിച്ചത് എന്താണെന്നറിയുമോ? പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അത് ജനങ്ങൾ ഈ കറക്ഷനിലൂടെ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇനിയും ഇതുപോലെ ഉണ്ടാവാം എന്ന ഭീതി ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു എന്ന്, വിദ്യാർത്ഥികളുടെ ഇടയിൽ നിൽക്കുന്നു എന്ന് ക്രാന്തദർശിയായ നരേന്ദ്രമോദിക്ക് മനസ്സിലായി. അത് തിരുത്തിയല്ലാതെ എൻ്റെ ഭരണത്തിന് സുതാര്യതയില്ല എന്ന് കാണാൻ കഴിഞ്ഞതാണ് BJPയുടെ വിജയം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ വിജയം. ഈ വിജയത്തിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചുവടുവയ്പ് നടത്തുന്നതിൽ RSS ഒരു നിർണായക ഘടകമായോ? കാരണം അവരും പറഞ്ഞു കുട്ടികളുടെ സമരത്തിൽ അവരുന്നയിക്കുന്ന വിഷയം ജെനുവിനാണ്, അത് പരിഗണിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ RSSും ഈ ഒരു വിഷയത്തിലേക്ക് നീങ്ങുവാൻ പ്രേരകമായി എന്ന് പറയണ്ടേ? അത് വളരെ ഡീപ്പായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. RSS വളരെ കുറേ നാളായിട്ട് ഭയങ്കരമായിട്ട് അസ്വസ്ഥമാണ്. ഇന്ത്യയുടെ ഭരണകക്ഷി BJP ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കായും ഭാരതത്തിൻ്റെ ദേശീയതയ്ക്കായിട്ടും പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷം ഇന്ത്യയെ ശിഥിലമാക്കാൻ വേണ്ടി പല ശക്തികളുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നുവെന്ന് അവർ വളരെ വ്യാകുലതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിട്ടില്ല. ഇന്ദിരാഗാന്ധി RSS സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്, മനസ്സിലായില്ലേ? ചില സമയത്ത് തിരിച്ച് ജയപ്രകാശ് നാരായണനെ സപ്പോർട്ട് ചെയ്ത് ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ന ആൾ ഭരിക്കണം, ഇന്ന ആൾ ഭരിക്കേണ്ട എന്നില്ല. പക്ഷേ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ദേശസ്നേഹികളായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. ആ ഒരു ലക്ഷ്യത്തിൽ വ്യതിചലിച്ചു പോയി ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് വളരെ നാളായിട്ട്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ പ്രതിപക്ഷം അവരുടെ ആത്മാവ് വിദേശ ശക്തികൾക്ക് പണയം വെച്ചു എന്ന് RSSന് വലിയ സംശയമുണ്ട്. അതാണ് RSS ഇപ്പോൾ പുതിയൊരു മാർഗം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ പാറ്റ കയറിയിരുന്നേക്കാം ഭാവിയിൽ. ആ വിധത്തിലേക്ക് ഒരു നീക്കം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് പ്രതിപക്ഷത്തെ, കുട്ടികളുടെ സമരം പ്രതിപക്ഷത്തിൻ്റെ സമരമായി ഇന്നത്തെ ഗവൺമെൻറ് കണ്ടിരിക്കുന്നു. അതേസമയം നിലവിലുള്ള വ്യവസ്ഥാപിത പ്രതിപക്ഷത്തെ, ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയിട്ട് 100% തള്ളിക്കളഞ്ഞുകൊണ്ട് കുട്ടികളുടെ നേതാവിനെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. കുട്ടികളുമൊത്തിരുന്ന് ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കുന്നു. അവർ സന്തോഷപൂർവ്വം പറയുന്നു, ഇന്ത്യയിലെ പല പാർട്ടികളെക്കുറിച്ചും, ഇന്ത്യയിലെ അതൊന്ന് കട്ടിയിട്ടാണ് അവർ പറയുന്നു, ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളെയും ഞങ്ങൾക്ക് വിശ്വാസമില്ല, രാഷ്ട്രീയ നേതാക്കളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇതാണ് നരേന്ദ്രമോദി കണക്കിലെടുത്ത ഏറ്റവും വലിയ പോയിന്റ്. അതായത് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അവരുടെ മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കുന്ന പ്രശ്നങ്ങളാണ്. ഭാവി അവർക്ക് സുരക്ഷിതമല്ല എന്ന് പരീക്ഷ നടത്തുന്നതിൽ ക്രമക്കേട് കൊണ്ട് തോന്നുന്നു. അതുപോലെ തന്നെ അധികാരത്തിൽ വന്നാൽ രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിൽ നിൽക്കേണ്ട അവസ്ഥ. അപ്പോൾ നമ്മൾ അണ്ണാമലയുടെ ഒരു ഉദാഹരണം എടുക്കാം. IPSൽ നിന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ചവിട്ട് കൊള്ളുന്നതിനേക്കാൾ ഭേദം എനിക്ക് പുറത്ത് വന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതാണെന്ന് ചോദിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പോലും, ആ സത്യസന്ധനായൊരു ഓഫീസർക്ക് പോലും, ഒരു IPSകാരന്, ഒരു നോളജുള്ള ഒരു ചെറുപ്പക്കാരന് പോലും
പല രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കേരളത്തിൽ കണ്ടാൽ അറിയാമല്ലോ, പിന്നെ പല IAS ഉദ്യോഗസ്ഥർക്കും തർക്കിച്ച് രാജിവെച്ച് അല്ലെങ്കിൽ ലീവ് എടുത്ത് മാറി നിൽക്കേണ്ടി വരുന്നു. സസ്പെൻഷനായിട്ട് പോലും തിരിച്ചു കയറാൻ അവർ താല്പര്യം കാണിക്കുന്നില്ല. ഇത് നമ്മുടെ 2 IASകാരുടെ കാര്യം, പ്രത്യേകിച്ച് ബി അശോകും പ്രശാന്ത് IASും, ഈ 2 പേരും അവരുടെ അസംതൃപ്തി പൂർണ്ണമായിട്ടും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കാരണം രാഷ്ട്രീയ നേതൃത്വം ചെറുപ്പക്കാരെ, ബുദ്ധിയുള്ള ചെറുപ്പക്കാരെ അവഗണിക്കുന്നു, അവരെ ചവിട്ടി മതിക്കുന്നു, ചവിട്ടിമത്തയായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ ചില IAS IPS ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് ചവിട്ടുമത്തയായി നിന്നു കൊടുക്കുന്നു. അതും നമ്മൾ അജിത് കുമാറിൻ്റെ കാര്യം കണ്ടു. IPS കിട്ടി വളരെ ശ്രേഷ്ഠമായ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാളാണ്. ഇങ്ങനെ മാറിപ്പോയെന്ന് ഞാൻ നിശ്ചയിച്ചു പോവുകയാണ്. തിരുവനന്തപുരം കമ്മീഷണറായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമായിരുന്നു. അതെങ്ങനെ മാറിപ്പോയി എന്നുള്ളതാണ്. അത് ഈ സിസ്റ്റത്തിൻ്റെ തകരാറാണ്. നമ്മൾ കണ്ടു ഒരു പിന്നെ മെഡിക്കൽ റെപ്പ് ആത്മഹത്യ ചെയ്യുന്നു. ടെക്നോ പാർക്കിൽ കുട്ടികൾ മുകളിലത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ടെൻഷൻ. അവരെ സ്ക്യൂസ് ചെയ്യാണ്. ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അവർ സ്ക്യൂസിങ്ങിലാണ്. ഇത് കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുന്നു. വിദേശത്ത് പോയിട്ട് അവന് രക്ഷയില്ല, അവിടെ കൂലിപ്പണി എടുക്കേണ്ടി വരുന്നു. പിന്നെ ട്രംപിനെ പോലുള്ള UK വലിയ കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്ന് അവർക്ക് അവിടെ പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ലോകത്തൊരു പ്രതിസന്ധി, ലോകം മുഴുവൻ അവർക്ക് ബുദ്ധിമുട്ട്. സ്വന്തം നാട്ടിലും പ്രതിസന്ധി കൊണ്ട് വന്നാൽ പിള്ളേർ എന്ത് ചെയ്യും? ആ ഒരു പ്രക്ഷോഭം, ഇതിൻ്റെ പൾസ് എന്താണെന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത്ര ഡീപ്പായിട്ട് ഡീൽ ചെയ്തത്. ഓരോ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ വാറിൻ്റെന്ന് ഉറങ്ങാതിരുന്നത് പോലെ നരേന്ദ്രമോദി ഈ സമരം നടന്ന പല ദിവസങ്ങളിലും ഉറങ്ങാതിരുന്നതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം നേരിട്ട് വന്നില്ല, പക്ഷേ അദ്ദേഹം തൻ്റെ ദൂതന്മാർക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ RSS ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടാണ് ഇടപെട്ടത്. ഒരു കാരണവശാലും ഇതിലൊരു ഉഡായിപ്പ് പരിപാടിയും കൊണ്ട് വന്നാൽ ഇന്ത്യയിൽ നിൽക്കാൻ കഴിയില്ല എന്നവർ പൂർണ്ണമായും ബോധ്യമാക്കിയിരുന്നു. കാരണം അവർക്ക് ദേശസ്നേഹമുള്ള ഒരു ഭരണപക്ഷവും ദേശസ്നേഹമുള്ള ഒരു പ്രതിപക്ഷവും ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് എലിമെൻറ്റ്സ് കടന്നുകൂടിയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ആ എലിമെൻറ്റ്സിനെയൊക്കെ മാറ്റി ഒരു പുതിയ ഭരണക്രമത്തിന് ഉതകുന്ന വിധത്തിൽ ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവും ഇന്ത്യയിൽ ഉണ്ടാകണമെന്നുള്ളത് RSSൻ്റെ പണ്ട് മുതലേ ഉള്ള മോഹമാണ്. അതിപ്പോഴും അവർ തുടരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ പ്രതിപക്ഷത്തിനെയും സപ്പോർട്ട് ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ അങ്ങ് പറഞ്ഞു, ഇത് BJPയുടെ രാഷ്ട്രീയ പരാജയമല്ല, CJPയുടെ വിജയമാണ് എന്ന്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്സിന് ഒരു രാഷ്ട്രീയ പരാജയം സംഭവിച്ചോ ഈ വിഷയത്തിൽ? 100% പരാജയം സംഭവിച്ചു. ഇന്ത്യയുടെ ഇന്നത്തെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരു പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രതിപക്ഷം കയറി ഈ വിഷയം കത്തിച്ച് പ്രതിപക്ഷത്തിൻ്റെ മുഴുവൻ ശക്തിയും ആ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാർലമെൻറ്റ് റെക്കോർഡിൽ വരുത്തേണ്ടതായിരുന്നു ഈ സംഭവങ്ങൾ മുഴുവൻ. കഴിഞ്ഞ ദിവസങ്ങൾ പുറത്ത് സമരം നടക്കുന്നു. ആ സമരത്തിൻ്റെ അതേ അഗ്നി അകത്ത് ഉണ്ടാക്കാൻ ഇവിടുത്തെ ഇന്ത്യ മുന്നണി കഴിഞ്ഞോ? പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞു. അതിന് പകരം വൈകുന്നേരം കേക്ക് മുറിക്കാൻ പോയിട്ട് അവിടുന്ന് വിളിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ബാൻ ചെയ്ത സ്ഥലത്ത് പോയി നിന്ന് എന്തെങ്കിലും ഗോഷ്ഠി കാണിച്ച് 5 മിനിറ്റ് ചാനലിൽ വരാനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം നടത്തിയത്. അതിനേക്കാൾ എത്ര മനോഹരമായിരുന്നു അദ്ദേഹം രാവിലെ 9 മുതൽ അല്ലെങ്കിൽ 11 മുതൽ രാത്രി എത്ര സമയം വേണോ അദ്ദേഹം ഉദ്ദേശിക്കുന്ന സമയം ആ പാർലമെൻറ്റ് അവിടെ തുറന്നിരുന്നേനെ. എനിക്ക് ചർച്ച ചെയ്യണം, എൻ്റെ കുട്ടികൾ ഇതാ വെളിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവിടെയല്ലേ അദ്ദേഹം ധീരത കാണിക്കേണ്ടിരുന്നത്. അതിന് പകരം അവിടെ അലമ്പുണ്ടാക്കി പുറത്ത് കിടക്കുക. അദ്ദേഹം പ്രൈം മിനിസ്റ്ററുടെ വസതിക്ക് മുമ്പിൽ ഡ്രാമ കാണിച്ചുകൊണ്ട് നിൽക്കുമ്പം JP നദ്ദയും ജിതേന്ദ്ര സിംഗും ചെന്ന് പറയുകയാണ്, താങ്കൾ പറഞ്ഞതുപോലെ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഐഡിയ മാറ്റിയത്, എൻ്റെ ഐഡിയ മാറി, ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കാൻ പോകണം. ആളെ കണ്ടപ്പോൾ ആൾ മാറിപ്പോയി. ഇത്രയും കൂടുതൽ ആളെ കണ്ടപ്പോൾ ആൾ ടോട്ടലി മാറി. ഇനി ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കാൻ പോകണം, എൻ്റെ ഐഡിയ മാറ്റിയെന്ന് ജിതേന്ദ്ര സിംഗ് വിഷമത്തോടു കൂടി പറഞ്ഞു. ഇങ്ങനെ ഐഡിയ മാറ്റിയാൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ, അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ തട്ടകം എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഇത്ര 1 മിനിറ്റിന് കോടികൾ ചിലവാക്കിക്കൊണ്ട് പാർലമെൻറ്റ് തുറന്നു വച്ചിട്ട് ആധികാരികമായൊരു സമ്മേളനമായിട്ട് അദ്ദേഹത്തിന് മാറ്റാമായിരുന്നു. പുറത്ത് നടക്കുന്ന അതേ ടെമ്പോ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിന് നേരെ കൊടുക്കാമായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാനെ ഉൾപ്പെടെ അവിടെ ഇട്ട് പൊരിക്കാമായിരുന്നു. അത് അവർ കളഞ്ഞു. ഇത് പാർലമെൻറ്റിലും അവർ ഈ ഒരു വിഷയം ഉന്നയിച്ചു. പക്ഷേ അവർക്ക് ചർച്ചയ്ക്കുള്ള സന്ദർഭം, ആ ചർച്ച എടുക്കണ്ടേ? ശരി, നിങ്ങളിവിടെ ചർച്ച ചെയ്തിട്ട് അന്തിമ തീരുമാനം എന്തോ ആവട്ടെ. ആ തീരുമാനം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി അല്ലെങ്കിൽ ഞങ്ങളും പിള്ളേരോടൊപ്പം ചേരുന്നെന്ന് പറഞ്ഞാൽ പിന്നെയും ഒരു വെയിറ്റ് ഉണ്ട്. ഇത് അവർ മെയ് മാസത്തിൽ നടന്ന പരീക്ഷ മെയ് 12-ാം തീയതി ഇത് സർക്കാർ തന്നെ ഇത് ക്യാൻസൽ ചെയ്യുന്നു. അതിനുശേഷം പിന്നെ ഇദ്ദേഹം നാട്ടിലില്ല, വേറെ എവിടെയോ പോയിരിക്കുകയാണ്.
അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പിള്ളേർ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഞാനും ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കയറുകയാണ്. അത് ഏത് പ്രതിപക്ഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രതിപക്ഷം പൂർണ്ണമായും ധർമ്മേന്ദ്ര പ്രധാനേക്കാൾ പരാജയപ്പെട്ടു പോയി ഇന്ത്യയിലെ പ്രതിപക്ഷം. അവരുടെ കർത്തവ്യം അവർ മറന്നുപോയി. അവരുടെ കർത്തവ്യം ഈ വിഷയം ജനങ്ങളുടെ ഹൃദയത്തിൽ ഇത്രത്തോളം ശക്തിയായി, പ്രത്യേകിച്ച് യുവാക്കളുടെ ഹൃദയത്തിൽ ഇത്രത്തോളം ശക്തിയായി തീജ്വാലയായി നിൽക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായില്ല. മനസ്സിലായെങ്കിൽ ഇത് ഈ ടെമ്പോയിലല്ലെങ്കിലും കുറേ കോൺഗ്രസ്സുകാരും ഇന്ത്യ മുന്നണിക്കാരും ശ്രമിച്ചെങ്കിൽ ഇതിനേക്കാൾ ഭേദപ്പെട്ട ഇതിൻ്റെ അത്രയും വന്നില്ലെങ്കിലും ഒരുവിധം ഭേദപ്പെട്ട ഒരു സമരം ജന്തർ മന്ദറിലോ പാർലമെന്റ് സ്ട്രീറ്റിലോ ഒക്കെ നടത്താമായിരുന്നു. അതിനുള്ള അവസരം അവർ ഇല്ലെങ്കിൽ രാജ്യവ്യാപകമായി എല്ലാ തലസ്ഥാനത്തും. അതെ, ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഈ മറ്റ് സംഘടനകൾ ഇത്തര CJP പോലുള്ളൊരു സംഘടന ഏറ്റെടുക്കുന്നതിന് മുൻപ് കോൺഗ്രസിന് പ്രതിഷേധവും രംഗത്ത് വരാമായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാമായിരുന്നു, ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു രാഷ്ട്രീയ ബെനിഫിറ്റ് റീപ്പ് ചെയ്യാനും സാധിക്കുമായിരുന്നു. പക്ഷേ അത് നഷ്ടപ്പെട്ടു എന്നാണ് അങ്ങ് പറയുന്നത്. പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവർ നിഷ്പ്രഭമായെന്നേ. ആ നിഷ്പ്രഭമായതിൻ്റെ ആ കോട്ടം മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഇതിൻ്റെ മുമ്പിൽ പോയി ഡാൻസ് കളിച്ചത്. അതിപ്പോൾ ഇവിടുത്തെ സബ്ന ആസ്മി പോയി ഡാൻസ് കളിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, രഞ്ജിനി ഹരിദാസ് പോയി ഡാൻസ് കളിച്ചാൽ മനസ്സിലാക്കാം. കാരണം അവർക്ക് പിന്നെ വേറെ ബേസ് ഒന്നുമില്ല, അവർക്ക് ഇതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ പോയി അവർ ഡാൻസ് കളിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രഞ്ജിനി ഹരിദാസിൻ്റെ മോഡലിൽ അവിടെ നിന്ന് ഷോ കാണിക്കുമ്പം നമ്മൾ എന്ത് പറയാനാണ്? അത് തരം താഴ്ന്നായി. അദ്ദേഹത്തിൻ്റെ നിലവാരം ഇത്രയധികം ഇടിഞ്ഞ ഒരു സന്ദർഭം ഇല്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരുന്നു. ഇല്ല, ഇതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു പൊളിറ്റിക്സ് ഉണ്ട്. അതായത് ഇനി അങ്ങോട്ടുള്ള ആരോപണങ്ങളെ BJP ഏത് വിധത്തിൽ നേരിടും എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് പറയാം രാജിവെച്ചു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, നിങ്ങളുടെ ആവശ്യം അതാണല്ലോ, ആ ഒരു സംഭവത്തിൽ അതും ഉണ്ട്. അതിനൊപ്പം തന്നെ നിങ്ങളുടെ ഡിമാൻഡ് എല്ലാം അംഗീകരിച്ചു. അതിനപ്പുറത്തേക്ക് ഒരു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ ഡാമേജ്, പരാജയം സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വിഷയം ആദ്യമേ പരിഹരിക്കേണ്ടതായിരുന്നു, തിരിച്ചറിയേണ്ടതായിരുന്നു ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന അഭിപ്രായമുണ്ട്. അത്തരത്തിൽ ഉള്ള അഭിപ്രായങ്ങളെ എങ്ങനെ BJP നേരിടുമെന്നാണ് അങ്ങ് കരുതുന്നത്? തീർച്ചയായിട്ടും ഇതിൽ നല്ല രീതിയിൽ കറക്ഷൻ വരുത്തിക്കൊണ്ട് ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കുട്ടികളെ കൂടെ നിർത്തിക്കൊണ്ട് അത് പരിഹരിക്കുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം എന്ന് പറയുന്നത്. അതേസമയം അവരെ അകറ്റി നിർത്തിക്കൊണ്ടാണെങ്കിൽ അവർ വീണ്ടും ഒരു പ്രതിപക്ഷ ശക്തി പോലെ നിന്ന് കൂടുതൽ ബഹളം ഉണ്ടാക്കും. അതിന് പകരം ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് തന്നെയാണ് കറക്റ്റ്. നീ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചിരിക്കുകയാണ്, ഞങ്ങളെടുത്ത നടപടികൾ നമുക്ക് ഒന്നിച്ച് ചർച്ച ചെയ്യാം, കുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇത്രയും മതിയോ, ഇതിനേക്കാൾ കടുത്ത എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ നിൽക്കുമ്പം സ്വാഭാവികമായും രാഷ്ട്രീയമായി ചിന്തിക്കാത്ത, രാജ്യത്ത് നേരെ കാര്യങ്ങൾ നടക്കണമെന്ന് ചിന്തിക്കുന്ന യുവാക്കളെല്ലാം അതിനകത്ത് വീണുപോകും. യുപിയിലൊക്കെ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് 7 മാസത്തിനപ്പുറം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ സമരം ഇതുപോലെ സ്വിച്ചിട്ട് നിർത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറായത്. കാരണം ഇതൊന്നും ഇനി അവിടെ അലയടിക്കാൻ പാടില്ല. അവിടെ പ്രതിപക്ഷം ഇത് ശക്തിയായിട്ട് കൊണ്ടുവരും. ആ സമയത്ത് ഞങ്ങളിതെല്ലാം പരിഹരിച്ചു, പ്രതിപക്ഷം ഇതിനകത്തൊന്നും ചെയ്തില്ല, പിള്ളേർക്ക് വേണ്ടി ഞങ്ങളെ നിന്നുള്ളൂ, പ്രതിപക്ഷം ഒന്നും ചെയ്തില്ല, ഞങ്ങൾ പ്രതിപക്ഷമായി അവിടെ പ്രവർത്തിക്കേണ്ടി വന്നു എന്ന് നരേന്ദ്രമോദിക്ക് സങ്കടം പറയേണ്ടി വരും. അതാണ് അവസ്ഥ. ഓക്കെ, മറ്റൊരു കാര്യം, CJP പുതിയ ആം ആദ്മി പാർട്ടിയാണോ? അതായത് ഞാൻ ചോദിക്കാൻ കാര്യം, പണ്ട് നമുക്കറിയാം നിർഭയ സമരം, അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് അണ്ണാ ഹസാരെ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്നു. അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് പിന്നാലെ നോക്കുമ്പോൾ അതാ ഡൽഹിയിൽ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരുവാൻ അതിലൂടെ രൂപപ്പെട്ട ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുന്നു. പിന്നീട് അവരുടെ ഒരു ക്ലീൻ സ്വീപ്പ് തന്നെ ഉണ്ടാകുന്നു. ഒടുവിൽ അപ്രതീക്ഷിതമായി അവിചാരിതമായ ഒരു അസ്തമയവും അവർക്ക് ഡൽഹിയിൽ കാണേണ്ടി വരുന്നു. ഓക്കെ, അസ്തമയത്തെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, പുതിയൊരു രാഷ്ട്രീയ ഉദയത്തെക്കുറിച്ചാണ്. അതിനുള്ള രാഷ്ട്രീയ ഉദയത്തിന് ഒരു സീറ്റ് വേക്കൻ്റാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സീറ്റ് വേക്കൻ്റാണ്. ആ സീറ്റിൽ ഒരു പ്രതിപക്ഷം വേണ്ടതാണ്. ജനങ്ങളിൽ വേരൂന്നി നിന്ന് പാർലമെൻറ്റിൽ വന്ന് ജനങ്ങളുടെ ശബ്ദം പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. ഓക്കെ, പക്ഷേ അതിന് ഇപ്പോഴത്തെ പാറ്റകൾ പോരാ. ഈ പാറ്റകൾ പൂമ്പാറ്റകളായി മാറണം. ഒപ്പം ആ പാറ്റകൾ പാറ്റൻ ടാങ്കുമായി മാറണം. കാരണം രണ്ടിനും ശക്തി വേണം. പൂമ്പാറ്റകളായി ജനങ്ങളുടെ മുമ്പാകെ സന്തോഷത്തോടു കൂടി നടക്കുകയും ഒപ്പം ഇതുപോലുള്ള വിഷയങ്ങളിൽ പാറ്റൻ ടാങ്കായിട്ട് പ്രതിപക്ഷമായി, യഥാർത്ഥ പ്രതിപക്ഷമായി നിൽക്കാൻ അവർക്ക് കഴിയണം. അവരുടെ ഇടയിൽ ഇപ്പോൾ ഇവർ കടന്നുകൂടിയിരിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളെ അവർ തിരിച്ചറിയുകയും വേണം. ഇപ്പോൾ അവരുടെ സമരം വിജയിച്ചത് നരേന്ദ്രമോദിയുടെ മഹാമനസ്കത കൊണ്ടുകൂടിയാണെന്ന് അവർ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇത് വേറൊരു ഭരണാധികാരിയായിരുന്നെങ്കിൽ വേറൊരു വിധത്തിലായിരുന്നു ഇത് പോവുക.
ഒരു വലിയ കലാപത്തിലേക്കും വലിയ പ്രശ്നത്തിലേക്കും പോയി. രാജ്യത്ത് വലിയ ഇഷ്യൂസ് ഉണ്ടായേനെ, ഒരുപാട് ലാത്തി ചാർജും വെടിവെപ്പും ഒക്കെ ആയിട്ട് പ്രശ്നം മാറിയേനെ, ഒരുപാട് പേരെ അകത്താക്കിയേനെ, NSA ആക്ട് ഉപയോഗിച്ചുമൊക്കെ. അപ്പോൾ ഈ അത്തരം അടിച്ചമർത്തലുകൾ പല സമയത്തും പല രാജ്യങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദി അതിനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ജനാധിപത്യപരമായി അടിച്ചൊതുക്കുക എന്നുള്ളതാണ്. ആ അടിച്ചൊതുക്കലിന് രക്തത്തിൻ്റെ കറയില്ല, ശക്തി ഫോഴ്സിൻ്റെ ശക്തി ഉപയോഗിച്ചില്ല. അദ്ദേഹം തൻ്റെ മനഃശക്തിയാണ് അവിടെ ഉപയോഗിച്ചത്. പക്ഷേ കുറേയേറെ കുട്ടികൾക്ക് പരിക്കേറ്റു. അത് സ്വാഭാവികമാണല്ലോ. 1 ലക്ഷം കുട്ടികൾ, 1 ലക്ഷം അല്ല ഞാൻ പറയുന്നത്, ഇതിനകത്ത് എവിടെയാണ് പ്രശ്നം എന്നറിയാമോ? ഇതിനകത്ത് വേറെ എലിമെൻറ്റ്സ് കയറി. അവരെ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? പോലീസിന് ലാത്തി പൊക്കാൻ നിവൃത്തിയില്ല. എല്ലാ പിള്ളേരുടെയിലും ക്യാമറയുണ്ട്, എല്ലാ പിള്ളേരുടെയിലും മൊബൈലും വെച്ചുകൊണ്ട് നടക്കുകയാണ്. പോലീസ് ലാത്തി പൊക്കിയാൽ ഉടനെ ഇവർ ഷൂട്ട് ചെയ്യും. എന്നിട്ട് അപ്പം തന്നെ അപ്പ് ചെയ്ത് സോഷ്യൽ മീഡിയ ഇടുകയാണ്, ദാ ഇവിടെ പോലീസ് ഞങ്ങളെ തല്ലുന്നു. അപ്പുറത്തും ഇതുപോലെ തന്നെ പോലീസ് ഉന്തം തള്ളും ഉണ്ടാക്കിയാൽ അതെടുത്ത് ഉടൻ തന്നെ ഇടുന്നു. പോലീസിന് കല്ലേറ് കിട്ടി തിരിച്ച് കല്ലെറിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടുന്നത് ഇവർ ഷൂട്ട് ചെയ്യില്ല. പോലീസിന് ഷൂട്ടിംഗ് അല്ലല്ലോ പണി, പോലീസ് ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പം പിള്ളേർ കല്ലെറിയുന്നത് അവർ ഷൂട്ട് ചെയ്യില്ല. തിരിച്ച് ആ കല്ലെടുത്ത് പോലീസ് എറിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്യും. ബിയർ കുപ്പിയാണ് ഇവർ കുടിച്ച ബിയർ കുപ്പി എടുത്ത് പോലീസുകാരൻ്റെ തലയ്ക്ക് അടിച്ചു കൊടുത്തു. IPSകാരുടെയൊക്കെ തല പൊട്ടിയത് അങ്ങനെയാണ്. പക്ഷേ അത് വരില്ല. തിരിച്ച് ഈ കുപ്പിയോ കുപ്പിച്ചില്ലോ എടുത്ത് പിള്ളേരെ എറിഞ്ഞാൽ അത് ഉടൻ തന്നെ വരികയും ചെയ്യും. ഇതാണ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. കാരണം അവരെല്ലാം ടെൻഷനിലായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിരിക്കാം. പിന്നെ അവിടെ ഒരു വലിയ അൺറൂളി മോബ് അതിനകത്തുണ്ടായിരുന്നു. ആസാദി മുദ്രാവാക്യം വിളിക്കുന്നവരും ആർട്ടിക്കിൾ 370 വീണ്ടും കൊണ്ടുവരണം എന്ന് പറയുന്നവരും, അതുപോലെ തന്നെ കാശ്മീർ പ്രശ്നം, കാശ്മീരിന് സ്വതന്ത്രാവകാശം വേണമെന്ന് പറയുന്നവരും, ഇങ്ങനെ ഒരുപാട് പേര്, ഈ എലിമെൻറ്റുകളെല്ലാം അതിനകത്ത് ശക്തമായിട്ടുണ്ടായിരുന്നു. ചില തീവ്രവാദികളെ ജയിലിൽ നിന്ന് ഇറക്കി വിടണമെന്ന് മുദ്രാവാക്യം വിളിച്ചവരുണ്ട്. ഇവിടെ തന്നെ ചിലരെയൊക്കെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കണ്ടില്ലേ. അപ്പം അതിനകത്ത് പല എലിമെൻറ്റ്സ്, ഇതാണ് ഈ വലിയ പ്രശ്നം. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാതെ അവർ നിൽക്കുമ്പോൾ, അതാണ് അൺറൂളി മോബ് എന്ന് പറയുന്നത്. അൺറൂളി മോബ് ഒരു രാജ്യത്തും അങ്ങനെ സംഘടിക്കാൻ പാടില്ല. സംഘടിച്ചാൽ അതിനകത്ത് നമ്മൾ പറയുന്നത് ഉത്സവപ്പറമ്പിൽ പോക്കറ്റടിക്കാരന്, ഉത്സവപ്പറമ്പിലാണ് ഏറ്റവും സൗകര്യം പോക്കറ്റടിക്കാരന്. തള്ളു കൂടുതലുള്ള ബസ്സിൽ പോക്കറ്റടിക്കാരൻ നല്ല രീതിയിൽ മുതലാക്കും. അപ്പോൾ എവിടെ തള്ളുണ്ടോ ആ തള്ളുണ്ടാക്കാൻ പാടില്ല. അല്ലാത്ത പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഗാന്ധിജി ചൗരി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് അദ്ദേഹം ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. കാരണം അങ്ങനെ അൺറൂളിയായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ സമരം മറ്റേ പാർട്ടി വിജയിപ്പിച്ചു കളയും. ഇത് നരേന്ദ്രമോദി 2 കാരണങ്ങൾ കൊണ്ടാണ് ഇതിനെ അടിച്ചൊതുക്കാത്തത്. ഒന്ന്, വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം, അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ ജെൻസികൾ വളരെ ടെൻസ്ഡ് ആണെന്ന് അദ്ദേഹത്തിന് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഇന്ത്യക്കകത്ത് തൊഴിലിൻ്റെ പ്രശ്നം. ഇപ്പോൾ എല്ലാവർക്കും സ്റ്റാർട്ടപ്പുകളും തുടങ്ങാൻ പറ്റില്ലല്ലോ. ചിലർ അങ്ങനെ അതിന് കഴിവില്ലാത്തവരുണ്ട്. അതുകൊണ്ടാണ് അവർ ലേസി എന്നൊക്കെ പറഞ്ഞ് അവർ സ്വയം പ്രഖ്യാപിച്ചത്. ഞങ്ങൾ ലേസിയാണ്, ഞങ്ങൾ ബുദ്ധി കുറഞ്ഞവരാണെന്നൊക്കെ അവർ പറഞ്ഞ് സ്വയം അങ്ങനെ ഒരു കോമഡിയിൽ എത്തിയത്. അതുകൊണ്ടാണ് എല്ലാവർക്കും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും എല്ലാവർക്കും റോക്കറ്റുകൾ വിക്ഷേപിക്കാനും ഒന്നും കഴിയില്ല. അത് വേറെ ചില ജോലികൾ അവർക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ മക്കളുടെ മക്കളും ഒക്കെ അടിച്ചുകൊണ്ട് പോവുകയാണ്. കേരളം മുതൽ കാശ്മീർ വരെ അങ്ങനെ ആയിട്ടുണ്ട്. BJP ഭരിക്കുന്നിടത്തും വ്യത്യസ്തമല്ലാത്ത സന്ദർഭങ്ങളുണ്ട്. അതൊക്കെയാണ് പിള്ളേർക്ക് വിഷമം. ഓക്കെ, ഈ മക്കത്തായം രാഷ്ട്രീയത്തിൽ നിന്ന് മാറേണ്ടതാണ്. ശരിക്കും വിജയം ജെൻസികളുടെ വിജയമാണ്. അത് നരേന്ദ്രമോദി കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് പൂർണ്ണമായും മനസ്സിലാക്കിയതുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ രീതി മാറണം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, ഇതൊരു പുതിയ കീഴ്വഴക്കത്തിന് തുടക്കം കുറിക്കില്ലേ എന്നൊരു ചിന്ത, അതായത് ചിന്ത എന്ന് പറയാനുള്ള കാരണം അതാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഇനിയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ, അതല്ലെങ്കിൽ ജെനുവിൻ വിഷയത്തിനാണ് ഇപ്പോൾ അവർ സമരം ചെയ്തത്. ഇത്തരത്തിൽ ജെനുവിൻ അല്ലാത്ത വിഷയങ്ങളെ ഉയർത്തിപ്പിടിച്ച് വലിയ രീതിയിൽ സർക്കാരിനെ ആൾക്കൂട്ടത്തിലൂടെ തുടർ സമരങ്ങളിലൂടെ സമ്മർദ്ദത്തിലാക്കാൻ സാധിക്കും. അത് ഒരു ആശങ്കയായി നിൽക്കുമോ? ഇല്ല, ഒരിക്കലും നിൽക്കില്ല. കാരണം ഇപ്പോഴത്തെ റീസൺ ഞങ്ങളിത് മാന്യമായിട്ട് സോൾവ് ചെയ്തു എന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഇതിൻ്റെ റെപ്പറ്റീഷനാണ്. ഇത് വരുന്നത് വേറെ ചില ശക്തികളാണ്. ഇത് എല്ലാ കാലത്തും ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത് അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല, അവരെ അടിച്ചെറുക്കാനുള്ള ഊർജം ഇന്ത്യക്കുണ്ട്, ഇന്ത്യയുടെ സംവിധാനങ്ങൾക്കുണ്ട്. അതൊരിക്കലും അവർക്കൊന്നും അത്തരത്തിൽ പോകാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ വളരെ സൂക്ഷിക്കണം. കേരളത്തിൽ ഈ അസംഘടിതരായ ആൾക്കാർ സംഘടിക്കുമ്പം നമ്മുടെ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും പറയാറുണ്ട് അരാജകത്വം. അവർ എപ്പോഴും പറയുന്ന വാക്കാണ് അരാജകത്വം പാടില്ല, രാഷ്ട്രീയ പാർട്ടികളിലൂടെ കാര്യങ്ങൾ പോകാവൂ എന്ന്. അത് അന്നത്തെ ദീർഘവീക്ഷണമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നത് കറക്റ്റാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന അതല്ല.
രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രയും കമ്മ്യൂണിസ്റ്റുകാരും മോശമായി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എം എ ബേബി ഡൽഹിയിൽ നിന്ന് പറയുന്നുണ്ട് സുപ്രീം കോടതിയിലെ ഒരു മഹാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു പ്രക്ഷോഭം ഉണ്ടായി, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഒരു വിപ്ലവ പാർട്ടി അതാണ് പറയേണ്ടത്. ഈ വിപ്ലവ പാർട്ടി ഇവിടുത്തെ യുവജനങ്ങളുടെ മുഴുവൻ മനസാക്ഷിയായിട്ട് അവരെ അവിടെ എത്തിക്കാൻ തയ്യാറാകേണ്ടതല്ലേ. അദ്ദേഹത്തിൻ്റെ ചിലവിൽ പറ്റിയില്ല, നമ്മുടെ ചീഫ് ജസ്റ്റിസിന് പറ്റിയ ഒരു നാവ് പിഴ കൊണ്ട് ഇത് സംഭവിച്ചത് നന്നായി എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ കഴിവുകേട് അദ്ദേഹത്തിൻ്റെ നാവ് പിഴയിൽ നന്നായി എന്ന് പറയുന്ന പ്രതിപക്ഷം രാഹുൽ ഗാന്ധി മുതൽ എം എ ബേബി വരെ നിൽക്കുമ്പോൾ അവിടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു കസേര ഒഴിഞ്ഞു കിടപ്പുണ്ട്. ആ കസേരയിൽ പാറ്റകൾ നിറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട. ഓക്കെ, അതാണ് ഈ സമര വിജയത്തിൻ്റെ രാജിയുടെ ഒക്കെ തന്നെ പിന്നാമ്പുറത്തേക്ക് നോക്കുമ്പോൾ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വരും നാളുകളിൽ നടക്കുന്ന രാഷ്ട്രീയ മൂവ്മെൻറ്റ് ഇപ്പോൾ തന്നെ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം അതാണ് നമുക്ക് ഡൽഹിയിൽ കാണാൻ കഴിയുന്നത്. അവിടെ പ്രതിപക്ഷത്തെ പാർട്ടികൾ ഓരോന്നും രാഷ്ട്രീയമായി പരാജയപ്പെട്ടു. അവിടെയാണ് CJP എന്ന യുവാക്കളുടെ കൂട്ടം വിജയം നേടിയിരിക്കുന്നത്. ആ ഒരു വിജയത്തിന് കാരണമായ സന്ധി സംഭാഷണത്തിനും രാജി സന്നദ്ധതയ്ക്കും ഒക്കെ തന്നെ കോപ്പുകൂട്ടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല കാര്യങ്ങളും മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കുകയായിരുന്നു. അതിലൂടെ വരാൻ പോകുന്ന വലിയ പരാജയത്തെ തങ്ങളുടെ അഡ്വാൻറ്റേജായ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുവാൻ, തങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നും അഡ്വക്കേറ്റ് വേണുഗോപാൽ MS പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ ഇടത് പാർട്ടികൾ, അവർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നാമാവശേഷമായി പോയ ഇടതുപക്ഷത്തിൻ്റെ മുറിത്തുണ്ടുകളെ നമുക്ക് ഡൽഹിയിലും കാണാൻ സാധിച്ചു. പക്ഷേ അവരൊക്കെ തന്നെ സ്വന്തം കാലിൽ നിൽക്കുവാൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ഒപ്പം തന്നെ രാജ്യത്തെ പ്രതിപക്ഷത്തെ വലിയ ശക്തമായൊരു നിരയായി മാറുവാൻ ഈ പുതിയ യുവാക്കളുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന്, ഈ രാഷ്ട്രീയ കസേരകളിലേക്ക് കയറിയിരിക്കുവാനുള്ള സാഹചര്യമൊരുക്കുവാനും CJP നേതൃത്വത്തിന് സാധിച്ചിരിക്കുന്നു. അവർ വരും നാളുകളിൽ രാജ്യത്തിൻ്റെ തന്നെ പ്രതിപക്ഷ നേതൃപദവി അലങ്കരിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്തായാലും വരും നാളുകൾ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ആയിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. കാത്തിരുന്ന് കാണാം നമുക്ക്. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.